ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അവിടെ ഇവിടങ്ങളായി ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം ചൊല്ലുന്നു. എലോഹിം ലൈവ് മീഡിയയിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ തുടർമാനമായി ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ ആഴ്ചകളിലും ദൈവവചനം സത്യവചനത്തിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുവെഴുത്തുകളെല്ലാം പലർക്കും അനുഗ്രഹമാണ്. അനേകരുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്ക് ഇത് അനിവാര്യമായിരുന്നു എന്നെല്ലാം വിളിച്ചറിയിക്കുകയുണ്ടായി. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഈ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. തുടർന്നുള്ള എല്ലാ ആഴ്ചകളിലും ദൈവവചനം നമുക്ക് ശ്രവിക്കാം. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളുമായി പകരുവാൻ ആഗ്രഹിക്കുകയാണ്. 1 തീമോഥെയോസ് 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. 1 തീമോഥെയോസ് 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ തൻ്റെ നിജപുത്രനായ തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുകയാണ്: ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ് എന്ന്. ഇന്ന് നിങ്ങളുമായി ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ടുള്ള സാധ്യതകളെക്കുറിച്ചാണ്. സ്തോത്രം. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാ? പാപികളെ രക്ഷിക്കാനായിട്ടാണ് വന്നത്. സ്തോത്രം. നമുക്കറിയാം, പാപികളെ തേടിയാണ് എൻ്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. പാപികളെ രക്ഷിക്കുവാൻ എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നു. ലൂക്കോസ് 19:10 നമ്മൾ വായിക്കുമ്പോൾ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ആമേൻ. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. സ്തോത്രം. വീണ്ടും നമ്മൾ 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ, സ്തോത്രം, ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: യേശു ഈ ഭൂമിയിലേക്ക് വന്നത്, ആമേൻ, സ്തോത്രം, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ഈ ലോകത്തിലേക്ക് കർത്താവ് വന്നു. സ്തോത്രം. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ 1 യോഹന്നാൻ 3:5 വായിക്കുമ്പോൾ, പാവങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. സ്തോത്രം. അപ്പോൾ യേശു വന്നതിൻ്റെ ഉദ്ദേശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്: പാപികളെ രക്ഷിപ്പാൻ, ആമേൻ, ഹല്ലേലൂയ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ,
പാപങ്ങളിൽ നിന്ന് മോചനം നൽകുവാൻ ഇതിനെല്ലാമാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലി നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വംശാവലിയിൽ ചില സഹോദരിമാരുടെ പേര് നമ്മൾ കാണുന്നുണ്ട്. നോക്കണം, അവിടെ 5 സഹോദരിമാരുടെ പേര് കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് താമറാണ്. താമർ. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ താമർ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരിക്കലും അർഹതയില്ലാത്തവർക്ക് ഈ വംശാവലിയിൽ പേര് വരുവാനിടയായി തീർന്നു. നോക്കണം, ഇവരുടെ സ്വഭാവങ്ങളെ വെച്ച് നോക്കിയാൽ യേശുവിൻ്റെ വംശാവലിയിൽ വരേണ്ട യോഗ്യത അവർക്കില്ല. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, ഈ താമറിനെ കുറിച്ച് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം. 38-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അപ്പോൾ യഹൂദ തൻ്റെ മരുമകളായ താമറോട്, എൻ്റെ മകൻ ശേല പ്രാപ്തിയാകുവോളം നീ അപ്പൻ്റെ വീട്ടിൽ വിധവയായി പാർക്ക എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ താമർ എന്ന് പറയുന്ന സ്ത്രീയെ, അവൾ വിധവയായിരുന്നു. സ്തോത്രം. യഹൂദ ചിന്തയനുസരിച്ച് വൈധവ്യം ഒരു ശാപമായിരുന്നു എന്നാണ് പറയുന്നത്. അവൾക്ക് ആദരണീയമായ ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ കഴിയുകയില്ല. ഈ താമറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവൾ വഴിപിഴച്ചവളായിട്ടാണ് ഇവളെ കാണുന്നത്. ഈ 38-ാം അധ്യായത്തിൻ്റെ പ്രാരംഭം മുതൽ നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും താമർ ആരായിരുന്നു എന്ന്. അവളുടെ പേര് ഈ വംശാവലിയിൽ എങ്ങനെയാണ് വന്നുപെട്ടത്? യേശു ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കുവാനാ. ഈ താമറിനെയും കൂടെ രക്ഷിക്കുവാനാ. ശ്രദ്ധിക്കണം, അവളുടെ പേര് ഒരു അർഹതയും ഇല്ലായിരുന്നുവെങ്കിലും യേശുവിൻ്റെ വംശാവലിയിൽ ഒന്നാമത് താമറിനെ കുറിച്ചാണ് നാം വായിക്കുന്നത്. രണ്ടാമത് മറ്റൊരു സ്ത്രീയാണ് രാഹാബ്. സ്തോത്രം. രാഹാബിനെ സംബന്ധിച്ച് നമുക്കറിയാം. രാഹാബ് അവൾ ഒരു വേശ്യയായിരുന്നെന്നാണ് പറഞ്ഞത്. ഈ വേശ്യ. സ്തോത്രം. നോക്കണം, 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അനന്തരം നൂൻ്റെ മകനായ യോശുവ രഹസ്യമായി ഉറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും യെരിഹോ പട്ടണവും നോക്കി വരുവീൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രാഹാബ് എന്ന് പേരുള്ള വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. കണ്ടോ, ഇവിടെ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവൾ ഒരു വേശ്യയായിരുന്നെന്നാണ് വായിക്കുന്നത്. വേശ്യദോഷം വെറുക്കപ്പെട്ട നികൃഷ്ടമായ ഒരു പാപമായിരുന്നു. യെരിഹോ നഗരത്തിലെ ഒരു വേശ്യയായിരുന്നു രാഹാബ്. ന്യായപ്രമാണപ്രകാരം ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ്
എന്നാൽ യോശുവ അയച്ച ഒറ്റുകാരെ ഒളിപ്പിച്ച് രാജകിങ്കരന്മാരിൽ നിന്ന് രക്ഷിച്ചതിനാൽ യെരിഹോ നിവാസികളോടുകൂടെ കൊല്ലപ്പെടാതെ രക്ഷപ്പെടുക മാത്രമല്ല, ഇസ്രായേൽ ഗണത്തിൽ ഉൾപ്പെടുവാനും രാഹാബിന് ഇടയായിത്തീർന്നു. സ്തോത്രം. യേശു ഈ രാഹാബിനെയും രക്ഷിക്കുവാൻ, യേശുവിൻ്റെ വംശാവലിയിൽ ഈ രാഹാബിനെയും രക്ഷിക്കുവാൻ, അവൻ്റെ പേരവിടെ വരിക, രണ്ടാമത്തെ പേരാണ് രാഹാബ്. സ്തോത്രം. അപ്പോൾ നോക്കണേ, ഒരു അർഹതയുമില്ലാത്ത താമർ, രാഹാബ്, സ്തോത്രം, ഇവരൊക്കെ യേശുവിൻ്റെ വംശാവലിയിൽ വരുവാൻ കാരണം യേശുവിൻ്റെ ജനനം കൊണ്ടുള്ള സാധ്യതകളാണ്. ഇനി മൂന്നാമത്തത് രൂത്താണ്. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സ്തോത്രം. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. സ്തോത്രം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെ ബോവസ് രൂത്തിനെ പരിഗ്രഹിച്ചു, അവൾ അവന് ഭാര്യയായി. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവർക്ക് ഗർഭം നൽകി ഒരു മകനെ പ്രസവിച്ചു. സ്തോത്രം. മോവാബ്യ സ്ത്രീയാണ് രൂത്ത്. നമുക്കറിയാം, ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഒരു അമ്മോന്യനോ ഒരു മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവരുടെ 10-ാം തലമുറയ്ക്ക് പോലും ഒരു നാളും പ്രവേശിക്കാൻ പാടില്ല എന്ന് വിലക്കുള്ളപ്പോൾ ഈ രൂത്ത് നവോമിയോടുകൂടെ മോവാബിൽ വന്നു. സ്തോത്രം. അപ്പോൾ ദൈവസഭയോട് ചേരുവാൻ പാടില്ലാത്ത, ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ കഴിവില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു മോവാബിയ സ്ത്രീ. ഈ വംശത്തിൻ്റെ ഉത്ഭവമേ അപലനീയമാണല്ലോ. അവരുടെ 10-ാമത്തെ തലമുറയ്ക്ക് പോലും ദൈവസഭയിൽ പ്രവേശനം അനുവദനീയമല്ലായിരുന്നു. എങ്കിലും യഹൂദ വംശക്കാരിയായ നവോമി എന്ന തൻ്റെ അമ്മാവിയമ്മയെ പിരിയാതെ ഇസ്രായേലിൻ്റെ മധ്യത്തിലേക്ക് വന്നതിനാൽ രൂത്തിന് മാന്യമായ ഒരു സ്ഥാനം ലഭിച്ചു. സ്തോത്രം. നമ്മൾ രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോൾ യേശുവിൻ്റെ വല്യമ്മച്ചിയാകുവാനുള്ളൊരു ഭാഗ്യമാണ് രൂത്തിന് ലഭിച്ചത്. സ്തോത്രം. മൂന്നാമത്തെ സ്ത്രീ രൂത്താണ്. ഇനി 4-ാമത് നമ്മൾ വായിക്കുമ്പോൾ ബേത്ശബയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. 2 ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കെ പരപുരുഷനാൽ മാലിന്യമേറ്റവളാണ്, പിന്നീട് വിധവയായി തീർന്നു. ബേത്ശബ അന്യരാൽ സംശയദൃഷ്ടിയിൽ വീക്ഷിക്കപ്പെട്ടവളായിരുന്നു. സ്തോത്രം. കണ്ടോ, ഈ ബേത്ശബയും ബേത്ശബായും, സ്തോത്രം, നോക്കണേ, യേശുവിൻ്റെ വംശാവലിയിൽ അവരുടെ പേരും കൂടെ വന്നു. സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ്. ഇവർക്കാർക്കും അർഹതയില്ലാത്തവരവർ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഒരു അർഹതയുമില്ലാത്തവരായിരുന്നു. ഒരു യോഗ്യതയും നമ്മളിലില്ലായിരുന്നു. നമ്മുടെ കുലശ്രേഷ്ഠതയല്ല, നമ്മുടെ സമ്പത്തല്ല, നമ്മളെ കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കണം. 4-ാമത്തത് ബേത്ശേബയാണ്. 5-ാമത്തത് ആ വംശാവലിയിൽ മറിയയുടെ പേര് കാണുന്നുണ്ട്. മറിയ ആരാണ്? യേശുവിൻ്റെ അമ്മ. അവരെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? അവർ കൂടി വരും മുമ്പേ, ജോസഫിന് വിവാഹം നിശ്ചയിച്ചിരിക്കുമ്പോൾ തന്നെ, അവർ കൂടി വരും
വരുന്നതിന് മുമ്പ് തന്നെ അവൾ ഗർഭവതിയായി. നോക്കണം, ലോക അപവാദം വിവാഹം കഴിക്കാതെ ഒരു സ്ത്രീ ഗർഭവതിയാകുമ്പോൾ ലോകം അവളെ നിന്ദിക്കുക തന്നെ ചെയ്യും. എന്നാൽ സ്തോത്രം, അവളിലൂടെ പാപമില്ലാത്ത പരിശുദ്ധനായ കർത്താവ് പാപികളെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു. സ്തോത്രം. ശ്രദ്ധിക്കണം, ഈ 5 സ്ത്രീകളും വംശാവലിയിൽ കടന്നു വന്നു. ഇവർ 5 പേരെ സംബന്ധിച്ച് നോക്കുമ്പോൾ താമർ, രാഘാബ്, രൂത്ത്, ബേത്ശേബ, മറിയ, ഈ 5 പേരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവരുടെ സ്വഭാവം കൊണ്ട് ഇവർക്ക് ഒരു അർഹതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ 1 തീമോഥെയോസ് 1:15 നമ്മൾ വായിച്ചതുപോലെ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാനാണ് ഈ ലോകത്തിലേക്ക് വന്നത്. പാപികളെ രക്ഷിപ്പാൻ വന്ന കർത്താവ്, ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിൻ്റെ വംശാവലിയിൽ ഈ തള്ളപ്പെട്ട, അർഹതയില്ലാത്ത, നിന്ദിക്കപ്പെട്ട, ആമേൻ സ്തോത്രം, ഒരു യോഗ്യതയുമില്ലാതിരുന്ന ഈ 5 സ്ത്രീകൾക്ക് ആ വംശാവലിയിൽ സ്ഥാനം വരുവാനിടയായിത്തീർന്നു. നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനകൾ കർത്താവ് നോക്കുന്നില്ല. നമ്മുടെ കർത്താവ് ഏതു കൊടും പാപിയോടും ക്ഷമിക്കുന്നവനാണ്. കർത്താവ് പാപികളെ സ്നേഹിക്കുന്നു, പക്ഷേ പാപത്തെ അവൻ വെറുക്കുകയാണ്. പാപത്തെ ഒരിക്കലും കർത്താവ് സ്നേഹിക്കാറില്ല. പാപികളോട് അവൻ മനസ്സലിവുള്ളവനാണ്. ഏതൊരു പാപിയും മനസ്താപത്തോടെ, കരച്ചിലോടെ കർത്താവിൻ്റെ അടുക്കൽ വരുന്നു, അവൻ വിടുതലുണ്ട്. അകൃത്യം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുന്നെന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ ഒരു പാപിയാണ്. ഏത് വലിയ പാപത്തിനും അടിമയായിരിക്കാൻ നീ. ഇന്ന് യേശുവിനെ നിന്റെ ഉള്ളത്തിൽ, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണം. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. സ്തോത്രം. നാം വായിച്ചല്ലോ 5 സഹോദരിമാർ. ഇവർ അർഹതയുള്ളവരായിരുന്നില്ല, പക്ഷേ വംശാവലിയിൽ ഈ 5 സ്ത്രീകളുടെയും പേര് രേഖപ്പെടുത്തിയിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഏത് പാപിയും കർത്താവ് അവരെ സ്നേഹിക്കുകയാണ്. സ്തോത്രം. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീയെ പിടിച്ചു കൊണ്ടുവന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇങ്ങനെയുള്ള സ്ത്രീകളെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് എഴുതിയിരിക്കുന്നത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവരെ കൊണ്ടുവരികയാണ്. ഓരോരുത്തരുടെ കയ്യിൽ കല്ലുണ്ട്. അവളെ എറിയുവാൻ, കൊല്ലുവാൻ അവരിങ്ങനെ വരികയാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ യേശു നിലത്ത് കുനിഞ്ഞ് എഴുതുകയായിരുന്നു. യേശു നിവർന്ന് അവരോട് ഇങ്ങനെ ചോദിച്ചു: മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് എന്ന് അവർ വാദിക്കുമ്പോൾ യേശു പറഞ്ഞ മറുപടി ഇതാ: നിങ്ങളിൽ പാപമില്ലാത്തവർ ഒന്നാമത് ഇവളെ കല്ലെറിയട്ടെ. അവരും ഓരോരുത്തരും മുഖത്തോട് മുഖം നോക്കി. അവരിതിനേക്കാളും വലിയ പാവികളാണ്. കൊണ്ടുവന്ന കല്ല് അവിടെ താഴോട്ടിട്ടു. യേശു ആ സമയം നിലത്ത് കുനിഞ്ഞ് എഴുതുകയായിരുന്നു. സ്തോത്രം, സ്തോത്രം.
യേശു നോക്കിയപ്പോഴത്തേക്ക് ഒരൊറ്റ കുഞ്ഞവിടെ കാണുന്നില്ല. കല്ല് കൊണ്ടുവന്നവർ, കല്ലുമായി വന്നവർ, എറിയുവാൻ വന്നവരെ ആരെയും കാണുന്നില്ല. മൂത്തവൻ തൊട്ട് എല്ലാവരും പോയി. യേശു നിവർന്ന് നോക്കിയപ്പോൾ സ്ത്രീ മാത്രം നിൽക്കുന്നു. യേശു ചോദിച്ചു, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ? ഇല്ല. യേശു പറഞ്ഞു, പോക, ഇനി നീ പാപം ചെയ്യരുത്. 2 വട്ടം കർത്താവ് എഴുതിയെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താ ഈ 2 വട്ടം എഴുതാൻ കാരണം? ഒന്ന്, അവളുടെ പാപം ആമേൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് എഴുതുക. രണ്ടാമത്തത്, നമ്മൾ യിരെമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ, എന്നെ വിട്ട് പോകുന്നവരുടെ പേര് ഞാൻ മണ്ണിൽ എഴുതി വയ്ക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ അടുക്കൽ വന്ന ഓരോരുത്തരും അവർ പോയപ്പോൾ കർത്താവ് അവരുടെ പേരായി മണ്ണിൽ എഴുതി വെച്ചത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാനൊരു പാപിയാണ്, കർത്താവേ എന്നോട് പാപത്തെ ക്ഷമിക്കണമേ എന്ന് ഹൃദയം നുറുങ്ങി നമ്മൾ ദൈവത്തോട് അടുത്ത് വന്നാൽ, ഒരു അർഹതയുമില്ലാതിരുന്ന ഈ 5 സ്ത്രീകൾക്ക് ലഭിച്ച മാന്യമായ പദവി അതുപോലെ എനിക്കും നിങ്ങൾക്കും ലഭിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ടുണ്ടായിരുന്ന ആമേൻ സ്തോത്രം സാധ്യതകളാണ് ഈ 5 പേരുടെ പേര്. ഇതുവരെയും ഈ വചനം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ആമേൻ സ്തോത്രം, കർത്താവേ ഞാനൊരു പാപിയാണ്, എന്നോട് നീ കരുണ തോന്നണം, എൻ്റെ പാപത്തെ നീ ക്ഷമിക്കണം. അങ്ങ് പാപികളെ രക്ഷിപ്പാനാണല്ലോ ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോസ്തലനായ പൗലോസാണ് ആ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നത്. താൻ ഇതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന വാക്കെന്താണെന്നറിയാമോ? ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. സ്തോത്രം. പാപികളിൽ ഒന്നാമനായ പൗലോസിനെ, ഹല്ലേലൂയ, ആമേൻ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ അവൻ അനുഗമിച്ചതുകൊണ്ട് തൻ്റെ മരണത്തിന് മുമ്പ് താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. കണ്ടോ, പാപികളിൽ ഒന്നാമനായിരുന്നവൻ ഇപ്പോൾ അവൻ മരണത്തിന് തൊട്ടു മുമ്പ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു. ഇന്ന് ഈ വചനം കേട്ട നിങ്ങളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന പറയുന്നത്, നിങ്ങൾ എത്ര പാപിയായിരുന്നാലും യേശുവിൻ്റെ അടുക്കൽ വന്നാൽ, അനുദപിച്ചാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കർത്താവിന് കഴിയും. ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങൾ നിങ്ങൾക്ക്